ഹലോ സ്വാമി രക്ഷിക്കണം. ഞാനൊരു കോൺട്രാക്ട് ആണ്. കുറച്ച് ദിവസം ഞാൻ ഗൾഫിലായിരുന്നു. ആയിക്കോട്ടെ, ഗൾഫിലായിക്കോട്ടെ. ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ. എനിക്കെതിരെ ഒരു വഞ്ചന കുറ്റം ചുമത്തി കോടതിയിൽ ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. നാളെ ഞാൻ ജർമ്മനിക്ക് പോവാണ്. ഒരു അർജന്റ് കാര്യം. കേസിന്റെ നമ്പർ ഞാൻ തരാം. സ്വാമി ദയവ് ചെയ്ത് അത് എടുക്കണം. മറുപടിയെങ്കിലും അയച്ചില്ലെങ്കിൽ എന്നെ അത് വല്ലാതെ ബാധിക്കും. ഏതാ കോടതി? ഹൈക്കോർട്ടിലാണ്. ഞാൻ ഇങ്ങനെ ഫോണിനോട് ദുഃഖങ്ങൾ കേൾക്കാറില്ല. എന്ന് വെച്ച് ജർമ്മനിക്ക് ബുക്ക് ചെയ്തൊരു ടിക്കറ്റ് ഞാനായിട്ട് എന്തിനാ ക്യാൻസൽ ആക്കണേ? അത് വേണ്ട. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് ഫീസും കൊടുത്ത ഒരാളെങ്ങടെ അയക്കുക. ചെക്ക് വേണ്ട, ഫീസ് പണമായിട്ട് കവറിലിട്ട് മുദ്ര വെച്ച് അയക്കണം. ഞാൻ എണ്ണും, 2000 വരെ എണ്ണും. എന്നിട്ട് രേഖകൾ പഠിച്ച് നോട്ടീസ് അയക്കും. സ്വാമി 2500 വരെ എണ്ണും പോരെ? മതി. ഇനി നമ്പർ തരൂ. 37A 37A 473 473 12/3/1976. 12/3/1976. 12/3? What is the date? 12/3/1976. അതെന്ത് ഡേറ്റാ കൊച്ചനെ? തലയ്ക്ക് സുഖമില്ലെങ്കിലേ ജർമ്മനിക്ക് പറക്കുന്നതിന് മുമ്പ് വിവരമുള്ള വല്ലവരെയും വിളിച്ച് കാണിക്ക്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടോ, ഈ ഡേറ്റ് തെറ്റാടോ. അല്ല സ്വാമി, അത് ഡേറ്റിന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. ഞാൻ വിളിക്കുന്നത് ഇത്തിരി പിന്നാക്കം നിന്നിട്ടാണ്. സ്വാമിക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. താൻ ആരാ? ഞാൻ മുതലേ സ്വാമി, സ്വാമിയുടെ മുതല. ഈ ഫയല് പിന്നെ എവിടെ പോയി കിടക്കുക? വെച്ചോടത്തൊന്നും കാണാനില്ലല്ലോ. ഇതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ മാർച്ച് 12 അല്ല. 473 ഇതല്ല. ഓ, ഇതൊന്നല്ലല്ലോ. 1976 മാർച്ച് 12. 47337A. അതൊരു കഴിവാടോ. ഈ കാണുന്ന 15 ഏക്കർ തോട്ടം ഞാൻ ഏത് കാലത്ത് വാങ്ങിയതാ? 18 കൊല്ലം മുമ്പ്. അതെ, ജോർജ് സാർ 7 മണിക്ക് തന്നെ. 7 മണിക്കല്ല, 8 മണിക്കാ സാർ വന്നത്. അല്ലെന്ന് 7 മണിക്ക് സാർ എണീറ്റിട്ടില്ല. അത് ഉറപ്പാ. പാർട്ടി എന്ത് പറയുന്നോ അത് ചെയ്യുക. മനസാക്ഷിയുള്ള ഒരു പ്രവർത്തനം. ജോർജ് സാറേ, മിനിസ്റ്റർ വരും, കണ്ടിട്ടേ പോകാവൂ. ഞാൻ വിളിപ്പിക്കാം. എന്താണോ? മുതലേ കിട്ടി. ആരാണെന്ന് അറിയില്ല. എന്നെ ഫോണിൽ വിളിച്ചു, ഒരു കേസിന്റെ കാര്യം പറഞ്ഞു. ഏത് കേസ്? ഏയ്, ചന്ദ്രാപിന്നിക്കാരൻ ജോർജ് മത്തായി മന്ത്രിയും കാത്ത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഒരു ടിക്കറ്റും പിടിച്ചുകൊണ്ട് ഇതിനകത്തിരുന്ന എങ്ങനെ? ഒന്ന് വേഗം മന്ത്രിയാവണ്ട അച്ചായ. എടോ, ഈ പട്ടരെന്താ ഒരുമാതിരി അട്ടയെ പോലെ തന്നെ എപ്പോഴും കടിച്ചു തൂങ്ങിയിരിക്കുന്നത്? കൊല്ലം എത്രയാടോ? ഇതുവരെ തനിക്ക് അയാളെ ഒഴിവാക്കാനായില്ലേ? എങ്ങനുണ്ട് പട്ടരെ ലീലാവിലാസങ്ങൾ? എന്ത് ചെയ്യാനാ, ലീലാവിലാസങ്ങളില്ലെങ്കിൽ ഞാൻ കരിന്തിരി എത്തിപ്പോ. അച്ഛാ, എന്ന് വെച്ചാ പഴയതുപോലെ തന്നെ അല്ലേ? അധികം ലീലകൾ വേണ്ട. ദൈവത്തിന് വരെ എയ്ഡ്സ് പിടിക്കുന്ന കാലമാ. ഞാൻ ഈ പട്ടരെ ഒന്ന് പുറത്താക്കാൻ പോവാ. എനിക്ക് നാറ്റം അങ്ങോട്ട് പിടിക്കുന്നില്ല. വാ, ഞാൻ ഒരു കാര്യം ഒന്നും പറയണ്ട. താൻ ഇത്രയും പുറത്തേക്കുന്നേ. എനിക്കും മത്തായി. അല്ല, എനിക്ക് ജോർജ് സാറിന്റെ അടുത്തൊരു കാര്യം പറയണ്ട. അവൻ ശരിയല്ല ജോർജ്, ഒരു തികഞ്ഞ കള്ളൻ. ഞാൻ അവനെ പണ്ടേ തഴഞ്ഞതാ. ഇത്രയും കൂർമ്മ ബുദ്ധി ഉണ്ടായിട്ടും താൻ അവനെ വെച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പിടികിട്ടാത്തത്. തനിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? മനസ്സിലായി. നമ്മുടെ ഇല്ല, തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. നമ്മുടെ കേട്ടാലറിയാം താൻ എന്നെ മറന്നു എന്ന്. സാരമില്ല, ഞാനൊരു ക്ലൂ തരാം. ഈ ബാഗ് തനിക്ക് ഓർമ്മ കാണും. ബോംബെയിൽ വെച്ച് ഞാനിത് തൻ്റെ മുമ്പിൽ പലതവണ തുറന്നിട്ടുണ്ട്. തുറന്നപ്പോഴൊക്കെ ഇതിനകത്ത് പണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഓർമ്മ കിട്ടുന്നുണ്ടോ?
സൂരത്തിൽ രത്നം തൂക്കി വിൽക്കുന്ന തന്റെ ഒരേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഓ വിക്രമൻ, ബോംബെ വിക്രമൻ. ഞാൻ അങ്ങനെ തന്നെ മറക്കൂ, ഈ പെട്ടി മറക്കൂ. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കേന്ദ്രം പറഞ്ഞാ പിന്നെ മോന, ആ ഇപ്പോഴാരെ അകത്തേക്ക് വിടണ്ട. ആ വക്കീലിരുന്ന് ബഹളം വെക്കുന്നുണ്ട്. അയാളെ പിടിച്ച് കെട്ടിയിട്. ഞാൻ വന്ന് കയറിയതും പെട്ടെന്ന് കണ്ടപ്പോ വിക്രമനെ തിരിച്ചറിയാൻ താൻ കുറച്ച് സമയമെടുത്തു. ഒരു ബോധക്ഷയം അല്ലേ? എനിക്ക് പെട്ടെന്ന് സാരമില്ലടോ, താൻ ബോധം കെടാൻ പോകുന്നതേ ഉള്ളൂ. തനിക്കൊരു ടിക്കറ്റ് ഉറപ്പാ, ഈ ബാഗിലെ പണവും ഉറപ്പാ. എനിക്കിവിടെ ഇത്തിരി മീൻ പിടിക്കാനുണ്ട്. ഞാൻ ചൂണ്ടയിടും, തന്നെ ഞാനതിൽ കോർക്കും. നല്ലവണ്ണം കടിച്ചു പിടിച്ചോണം, ബാക്കി ഞാൻ ഏറ്റു. വയ്യ ജോർജ്, കഴിഞ്ഞ മാസം വിജയവാഡയിലായിരുന്നു. ഒരു ചെറിയ കുതിര കച്ചവടം നമ്മുടെ MCRന്റെ കൂടെ 1.5 കോടി മറിഞ്ഞു. അല്ല, വിക്രം എന്ന് പറഞ്ഞത് സൂറത്തിലെ ശ്യാം നിവാസ് മിശ്രയുടെ. തനിക്കിപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. ശ്യാം നിവാസ് മിശ്രയുടെ വിക്രമൻ ചത്തിട്ട് കൊല്ലം 4 താൻ സൂക്ഷിച്ചു നോക്കിയേ. ആ വിക്രമനാണോ ഞാൻ? ആ വിക്രമനെയല്ല ഞാൻ. ആ പേര് ഞാൻ മാറ്റി. പുതിയ പേര് ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നു, നമ്മുടെ പൂച്ചക്കണ്ണനോട്. അവനത് തന്നോട് പറഞ്ഞില്ലേ? അതോ അവനെ താൻ മറന്നോ? ഞാനും താനും പൂച്ചക്കണ്ണനും ചന്ദനത്തടികളും 4-5 കോടികളും നമ്മുടെ ലോറികളും, നമ്മൾ എന്തൊക്കെ കളിച്ചടാ എന്റെ ജോർജ്. അവനിപ്പോ എവിടാ ആ പൂച്ചക്കണ്ണൻ? അതൊക്കെ ആ സമയത്ത് നമ്മള് അന്ന് വിക്രം നമ്മുടെ കൂടെ. പിന്നെ ആരാടോ തനിക്കും പൂച്ചക്കണ്ണനും നക്കി തിന്നാൻ കോടിക്കണക്കിന് പണം മറിച്ചത്? ഈ വിക്രമനൊന്നും മറക്കില്ല. രേഖകളാ, തെളിവുകളാ ഇതൊക്കെ. അതാ പറഞ്ഞത് ഈ രാഷ്ട്രീയ കുപ്പായം തനിക്ക് ചേരില്ല എന്ന്. തന്നെ കാണാമെന്ന് എന്നെ വേണോടോ തല്ലാൻ. സൂക്ഷിച്ചോ, കളിച്ച കളി മറന്ന് കളിച്ച് നല്ലവനാവാൻ നോക്കിയാൽ ഈ വിക്രമന്റെ സ്വഭാവം മാറും. തന്നെ ഞാൻ ജീവനോടെ മുതലേക്ക് ഇട്ടുകൊടുക്കും. ഏയ്, നിങ്ങൾക്ക് എന്താ പറയാന്ന് വെച്ചാൽ പറയാ. എന്ത് വെറുതെ പിന്നെ പറയാം. ജോർജ് സാറേ നിന്നേ. താൻ പടോ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ആരെ നോക്കണേ? പറ, എന്നോട് പറ. ബാലകൃഷ്ണൻ അല്ലേ പേര്? അതെ. ഞാൻ പോലീസ്, സ്പെഷ്യൽ പോലീസ്. താൻ അവിടെ ഇരിക്കേ. ഹലോ, ആരാടാ അത്? ദേവസ്കുട്ടിയ സാറേ. മുത്തു എവിടെ? അവനെ വിളിക്കേ. മുത്തു പമ്പി പോയിരിക്കുക. എത്രയാടാ പമ്പല നമ്പർ? 474014 സർ. ആ മുത്തു ആണോടാ? അതെ. നീ ഉടനെ അച്ചായനെ തപ്പണം. ഇപ്പോഴെവിടാണുള്ളതെന്ന് അറിയണം. വിവരം എന്നെ വിളിച്ച് പറയണ്ട, ഞാൻ വിളിച്ചോളാം. മനസ്സിലായടാ? മനസ്സിലായി മുതലാളി. ആ എന്നാ വേ. എന്നാ വേ. മുത്തു, എടാ മുത്തു. You are a dedicated staff. You will get a promotion soon. താങ്ക് യു സാർ. ജോർജ് സാർ ഫോൺ ചെയ്തിരുന്നില്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ചായൻ ഷെൽട്ടറിലേക്ക് പോയെന്നാ വിവരം കിട്ടിയത്. അത് മുതലാളിയോട് പറഞ്ഞല്ലോ. ആ, അങ്ങേര് ഷെൽട്ടറിലുണ്ടാ? എന്നാ പിന്നെ എനിക്ക് എന്തിനാണോ ജോർജ് സാറിന്റെ സൗജന്യം? എന്നെ സഹായിക്കേണ്ടത് അച്ചായനാ. അച്ചായനെ കണ്ടാ എനിക്ക് ഇത്തിരി ധൈര്യമായിട്ട് ശ്വാസം വിടാം. അല്ല, വക്കീൽ എന്തിനാ പറഞ്ഞത്? അച്ചായൻ അവിടെയെങ്കില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. താൻ വെറുതെ പറഞ്ഞതാണെങ്കിൽ ഞാൻ വെറുതെ കേട്ടതാ. അങ്ങേര് തന്റെ മുതലാളിയുടെ കുടുംബസ്വത്തൊന്നല്ലോ. താ പോടോ. ആ വക്കീല, അങ്ങനെ പോയാലെങ്ങനാ? മേൽമെന്ന് കൈയിട്. അല്ല, എനിക്ക് മുതലാളിയോട് സംസാരിക്കണം. കയ്യിലെടുക്കടാ. അല്ല, കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. ടീമിടുക്കുണ്ടെന്ന് വെച്ചിട്ട് കളി. അങ്ങനെ ആണെങ്കിൽ പോണ്ട. അടിച്ച് ഞാൻ നിന്റെ കൊല്ലിയെ കളയും. എടുത്തോ, ചുറ്റി വളഞ്ഞു വന്നാ മതി. എങ്ങ് നടത്തണം. റൗഡിത്തരം എന്നോട് വേണ്ട. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച സകലണത്തിന് ഞാൻ കൂട്ടിക്കേറ്റും. എല്ലാ രേഖകളും വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. എന്നെന്തിനാ പിടിച്ചു വലിക്കണേന്ന്?
നായിക്ക് ഇട്ടുകൊടുക്കരുത്. അയ്യോ കഷ്ണിച്ച് പുഴുങ്ങിക്കൊടുത്ത നായക്ക് വരെ തന്നെ വേണ്ട. മിണ്ടരുത്. മിണ്ടിയ ചവിട്ടി നിന്റെ LLB എടുത്ത് ഞാൻ പുറത്തിടും. അഴിക്കട്ടോ? കഴിക്കേ. എന്തത്? എന്നെ ഇങ്ങനെ അൾസേഷൻ ആക്കരുത്. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇരിക്കണോടെ. നിങ്ങൾ ആരാ? ചവിട്ട ഞാൻ. കുരക്കണോ? കുരയ്ക്കാൻ. എന്താ മനസ്സിലായില്ലേ? കൊരയ്ക്കാൻ. ഇങ്ങനല്ലേ പട്ടരെ നീ കോടതി കുരയ്ക്കാറ്? ഈ കുര കേട്ടല്ലേ എത്രയോ പാവങ്ങളെ നീതിമാന്മാർ സ്വർഗത്തിലേക്ക് അയച്ചത്? നിനക്കിനി ഈ ജന്മത്തിൽ വക്കീൽ വേഷമില്ല. ഇനി ഒരേ ഒരു കർമ്മമേ ബാക്കിയുള്ളൂ. എന്ത് കർമ്മ? കുട്ടിയ സാർ, ഓ, സാധാരണ നായ്ക്കൾ എന്താ ചെയ്യാറ്? യജമാനന്മാർക്ക് വഴി കാട്ടും. കറക്റ്റ്. ഈ നിമിഷം മുതൽ നീ എന്റെ വഴികാട്ടിയാണ്. അതാണ് നിന്റെ കർമ്മവും. കുരയ്ക്കടോ. കരയാനല്ല പറഞ്ഞത്, കുരയ്ക്കാൻ. കുരയ്ക്കടോ.